ഒരുപാട് കളവുകൾ ആ കൂട്ടത്തിൽ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ കളവ് വായ തുറന്നാൽ കളവ് പറയുന്നത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമല്ല, മുഅ്മിനീങ്ങളുടെ അടയാളമല്ല. അത് ആരുടെ അടയാളമാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇവൻ പറഞ്ഞ ഓരോ ഭാഗങ്ങളും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം. നമ്മളിങ്ങനെ പോകുമ്പോൾ പലരും വരും, കുറേയൊക്കെ വരുമ്പോൾ നമ്മളത് മെയിൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ കരളായുള്ള എന്തൊരു സൽമാൻ അസ്ഹരി ഉണ്ട്, അയാളെ ക്ലിപ്പ് നമ്മൾ ഇട്ടിരുന്നു. അയാളെ നമ്മളാദ്യമായിട്ട് എന്തോ പറഞ്ഞതല്ല, ശരിക്കും മനസ്സിലാക്കണം. അയാൾ 2-3 ക്ലിപ്പുകളിലായി നമ്മളെ ചൊറിയാൻ നടക്കുകയാണ്. അദ്ദേഹം പലരെയും സപ്പോർട്ട് ചെയ്ത് നമ്മളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് 2-3 ക്ലിപ്പിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രതികരിക്കാൻ പോയില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവൻ മറുപടി പറഞ്ഞ് തുടങ്ങുന്നത് തന്നെ കളവാണ്. ഞാൻ അവരെ 2-3 ക്ലിപ്പുകളിലൂടെ നിരന്തരമായിട്ട് ചൊറിയാൻ ചെന്നു. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ പരാമർശിച്ചുകൊണ്ട് മലപ്പുറത്തുനിന്ന് പ്രസംഗിച്ചതെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ നിങ്ങൾക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ പറഞ്ഞത് എന്ന് പറയാനല്ല ഞാനിത് പറയണത്. നിങ്ങൾക്കെതിരെ ഞാൻ 1000 വട്ടം പറയാനും എനിക്ക് യാതൊരു പ്രശ്നമില്ല, എനിക്ക് ആയാലും കൂടിയുള്ള ആളൊന്നല്ല ഞാൻ. പക്ഷേ ഈ പറഞ്ഞത് കളവാണ്, അത് പറയലിൻ്റെ കടമയാണല്ലോ. ഇപ്പം ഈ പറഞ്ഞത് കളവാണ്, അല്ലെങ്കിൽ ഇത് തെളിയിക്കണം. ഞാൻ എന്നാണ് നിനക്കെതിരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കോമാടൻ തൊരീക്കത്തിനെതിരെ 3 ക്ലിപ്പ് എൻ്റെതുണ്ട് എന്ന് പറഞ്ഞത് ഏതാണ് ആ ക്ലിപ്പ് എന്ന് ഹാജരാക്കണം. ഒന്നാമത് നമ്മൾ ഇവരെ പിന്നാലെ പോകാറില്ല. എന്താ നിങ്ങൾ എന്തെടുക്കുക, നിങ്ങളോട് ചോദിച്ചിട്ട് 5-6 ദിവസം കഴിഞ്ഞു. ആ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കും നിങ്ങള്. ഈ സൽമാൻ അസ്ഹരി നിങ്ങൾക്കെതിരെ പറഞ്ഞ 3 ക്ലിപ്പുകൾ ഉണ്ട് എന്ന് പറഞ്ഞേ, പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറഞ്ഞ 3 ക്ലിപ്പുകളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ മൂപ്പരെ ക്ലിപ്പ് ഇട്ടത് എന്നാണ് നൗഷാദ് പറഞ്ഞത്. ഇവിടെ ക്ലിപ്പ് എന്താ കാണാത്ത, ഇത് കാണിച്ചു കൊടുത്തോ നിങ്ങള്. ഒരു മനുഷ്യന് കാര്യം പറഞ്ഞിട്ട് 5-6 ദിവസമായിക്കേ, ഇത് ബാധ്യത ഇല്ല. നിങ്ങൾ പറഞ്ഞു, ഇയാള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് കാണിച്ചു കൊടുത്താളി, പറഞ്ഞിട്ടില്ലെങ്കിലോ എങ്ങനെ ഉണ്ടാവും? 10 നുണ പറഞ്ഞതാണെങ്കിൽ കാണിക്ക്, ഇതുവരെ കാണിച്ചിട്ടില്ല. ബാക്കി പൊതുജനങ്ങള് ഇവരെ ഇരുത്തൂലേ? ഈ കാര്യം കളവ് പറയല. അയാള് പറഞ്ഞിട്ടില്ല എന്ന് അയാൾ പറയണേ. മൂപ്പര് 3 ക്ലിപ്പിൽ ഞങ്ങളെ ചൊറിയാൻ വന്നു. ആ ചൊറിയാൻ വന്നതെന്ന് കാണിച്ചു കൊടുത്താ നിങ്ങള്. സമരേ കുഞ്ഞേമ്മേ എന്ന് കാണിച്ചിരിക്കലോ, ഒതി കൊണ്ടിട്ടാ മതി. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങനെ പബ്ലിക്കില് പറയാനും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പ് കൊടുത്തിട്ടാളി. ഇതാ ഞങ്ങളെ ചൊറിയാൻ വന്ന ക്ലിപ്പുകള്, അതുകൊണ്ടാണ് ഞങ്ങൾ മൂപ്പരെ പറഞ്ഞത്. ഒന്ന് കാണിച്ചു കൊടുക്കുക. ഏതായാലും ഈ ക്ലിപ്പിനെ കുറിച്ച് കുരുവട്ടൂരാള് അത് തെളിയിച്ചു കൊടുക്കണം. നമുക്ക് പറയാനുള്ളതാ. കുരുവട്ടൂരാളെ ചൊറിയാൻ വേണ്ടി, നൗഷാദിനും കൂട്ടിനും ചൊറിയാൻ വേണ്ടിയിട്ട് 3 ക്ലിപ്പ് സൽമാൻ അസ്ഹരി ഇറക്കി എന്ന് പറഞ്ഞിട്ട് നൗഷാദ് കൊടുവള്ളി എന്ന് പറഞ്ഞല്ലോ. അത് 5-6 ദിവസം കഴിഞ്ഞു, ഇതുവരെ മറ്റൊരാൾ തെളിയിച്ചിട്ടില്ല. അത് തെളിയിക്കട്ടെ. നമ്മൾ ഈ വിഷയത്തിലൊന്ന് ഞാനൊരു അവലോകനം നടത്തി നോക്കി. എന്താണിപ്പോ സംഭവം? ആരാണ് ഇപ്പൊ ഈ നുണാറുണ്ട്? ആരാണ് ക്ലിപ്പ് കട്ടുമുറിച്ച്? നമ്മള് നടുവിൽ നിന്നിട്ട് നോക്കിയപ്പോഴേ സത്യത്തില് കട്ടുമുറിച്ചതും കളവ് പറഞ്ഞതൊക്കെ ആരാ? ഈ നൗഷാദാണ്. അത് ഞാൻ കാണിച്ചുതരാ. നമ്മള് പറഞ്ഞ മാതിരി കാണിക്കും. അത് കട്ടിട്ടാണ് നൗഷാദ് മലപ്പുറത്തും വെച്ചത്, കുറുവള്ളിയിൽ വെച്ച്. അത് ഓരോന്നോരോന്ന് കണ്ടോളി. നമ്മളൊരു 3-ാം കക്ഷിയായിട്ട് നമ്മൾ ആരെ വാക്കില്ല, നമ്മൾ നടുവിലുള്ളത്. അപ്പൊ നമ്മളൊന്നും നോക്കണല്ലോ. അപ്പൊ ഇതിൽ ആരാ പോയി കളവ് പറയണ്ടത്, ആരാണ് കട്ടുമുറിച്ചെന്നുള്ളത് നമുക്ക് നല്ല അറിയാം. അപ്പൊ നമ്മൾ നോക്കുക. നൗഷാദ് ഒന്ന് പറയട്ടെ. നൗഷാദ് 2-3 ക്ലിപ്പ് കാണും.